അങ്ങനെ അതും പറഞ്ഞിട്ട് ഞാൻ ആലപ്പുഴ ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് ഞാൻ ഇത് കൊണ്ട് കൊടുത്തു 5 കോപ്പി. അപ്പോൾ അവർ പറഞ്ഞ് ഇത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇവിടെ. അതായത് നമ്മൾ സ്വന്തമായിട്ട് പ്രിൻറ്റ് ചെയ്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്പനികളിൽ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞാൻ നേരെ കൊച്ചിക്ക് വന്നു. കൊച്ചിയിലും പലയിടത്തും നോക്കി, പലയിടത്തും വെച്ചില്ല. കോഴിക്കോട് ഈ പറഞ്ഞ കണക്ക് പല സ്റ്റാൾസിൽ പോയി, പക്ഷേ ഉയർന്ന കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ പ്രിൻറ്റിങ് ചാർജ് പോലും നമുക്ക് കിട്ടില്ല. പിന്നെ ലാസ്റ്റ് വീട്ടിലിങ്ങനെ ബുക്ക് വെച്ചാൽ അതല്ലിച്ച് പോകാൻ പറ്റില്ലല്ലോ. അതിൽ ബാർകോഡൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? സ്വന്തമായിട്ട് ചെയ്തല്ല. അപ്പോൾ ഒന്നും അറിയില്ല. കവർ തന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തതാണ്. പിന്നീടാണ് ISBN നമ്പറൊക്കെ എടുക്കണമെന്നൊക്കെ രണ്ടാമത്തെ എഡിഷൻ തൊട്ട് ISBN നമ്പറൊക്കെ എടുത്തത്. അങ്ങനെ ഒന്നാമത്തെ എഡിഷൻ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ചെതലടിച്ച് പോകാൻ പറ്റില്ല. 1000 കോപ്പി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ബാഗിൻ്റെ അകത്ത് കുറച്ച് കോപ്പീസ് എടുത്ത് വെച്ചിട്ട് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നിർത്തിയിട്ട ബസ്സുകളിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും. എൻ്റെ ബുക്കാണ്, പകുതി വിലയ്ക്ക് വാങ്ങാവോ എന്നുകൊണ്ട് കടക്കാർ പറയുന്ന പൈസേനേക്കാളും കൂടുതൽ ഇവിടുന്ന് കിട്ടും. അങ്ങനെ ചില ആൾക്കാർ സങ്കടം തോന്നി, ചിലർക്ക് സഹതാപം തോന്നിയിട്ട് ചിലർ വാങ്ങി. പിന്നെ വായിച്ചതിന് ശേഷം ചിലർ റിവ്യൂസ് ഇടാൻ തുടങ്ങി. ഈ ബുക്ക് ഇങ്ങനെ ഒരു പയ്യൻ കൊണ്ട് തന്ന, ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയത്, റെയിൽവേ സ്റ്റേഷനിലും കൊണ്ട് നടന്ന് വയ്ക്കും. അങ്ങനെ ഞാൻ എല്ലാ ജില്ലകളും, സമീപ ജില്ലകളിൽ ആദ്യമേ പോയി. അപ്പോൾ ബുക്ക് അത്യാവശ്യം സെയിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അടുത്ത ജില്ലകളിലേക്ക് പോയി 14 ജില്ലയിലും കൊണ്ടുനടന്നിട്ട് ഞാൻ വിറ്റു. അങ്ങനെ തീർത്തു 1000 കോപ്പി തീർത്തു. അങ്ങനെ കൊണ്ടുനടന്ന് വിറ്റു. നമ്മൾ സെൽഫ് മെയ്ഡ് ഓതർ എന്ന് പറയാവുന്ന ഒരാള് മലയാളത്തിൽ എനിക്കല്ലേ ബഷീറൊക്കെ കേട്ടിട്ടുണ്ട് പണ്ട്. അതുപോലെയുള്ള പുതിയ തലമുറയിൽ അങ്ങനെ ഒരാളുണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ വായനക്കാർ പണം എടുത്തിട്ട് പുസ്തകം ഒരു എഴുത്തുകാരനെ നിർമ്മിക്കും, ഒരു പുസ്തക അല്ലേ? അതെ, തീർച്ചയായിട്ടും. അന്ന് അവരൊന്നും ഞാൻ ഇപ്പോഴും കാണാത്ത ആൾക്കാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.